ഹലോ ആൻഡ് വെൽക്കം ടു മോംസ് ഹെൽത്തി പ്ലേറ്റ്. എൻ്റെ പേര് ഖദീജ നസ്രിൻ. ഞാൻ ഇന്നൊരു വർക്കിംഗ് ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോക്ക് എനിക്ക് ഒത്തിരി നല്ല കമൻറ്റ്സ് ഉണ്ടായിരുന്നു, കുറേ ജെന്യുവൻ റിവ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇൻസ്പയർ ആയിട്ട് ഞാൻ വിചാരിച്ചു ഒരു പുതിയ വീഡിയോ ചെയ്യാമെന്ന്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് ലവ്. വർക്കിംഗ് ആയിട്ടുള്ള ഡേയ്സിൽ ഞാൻ നോർമലി ഒരു 5:30, 5:45 ഒക്കെ ആകുമ്പോഴാണ് എണീക്കാറ്. രാവിലത്തെ നമ്മുടെ പരിപാടികൾക്കൊക്കെ ശേഷം ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ആപ്പിൾ സൈഡർ വിനിഗർ ഡ്രിങ്കാണ്. അതായത് 1/4 ടീസ്പൂൺ ആപ്പിൾ സൈഡർ വിനിഗറിലേക്ക് 150 ml ചെറു ചൂടുവെള്ളം ഇത്രയും ഒഴിച്ചിട്ട് അതങ്ങനെ കുടിക്കാറുണ്ട്. അതിന് കുറേ അധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഞാൻ കുടിക്കുന്നത് ഫാറ്റ് ലോസിനും വെയ്റ്റ് മാനേജ്മെൻറ്റിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു അളവിൽ കുടിക്കുന്നത് ആക്ച്വലി അതിന് നല്ലതാണ്. അതിനുശേഷം പിന്നെ നമ്മൾ ജിമ്മിൽ പോവും. എൻ്റെ കൂടെ എൻ്റെ കസിൻ കൂടെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ജിം പാർട്ട്ണർ ഉണ്ടെങ്കിൽ ആക്ച്വലി നല്ലതാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടിവേറ്റ് ചെയ്യാനും, ഒരാൾക്ക് മടിയുള്ള ദിവസം മറ്റാൾ മോട്ടിവേറ്റ് ചെയ്തോളും. അപ്പോൾ ജിമ്മിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു 5 to 10 minutes വാമപ്പ് എന്തെങ്കിലും ചെയ്തതിന് ശേഷം പിന്നെ ഞാനൊരു 30 to 40 minutes സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യും, 30 minutes കാർഡിയോ ചെയ്യും, പിന്നെ എന്തെങ്കിലും ഒരു സ്ട്രെച്ചിങ്ങും കൂൾ ഡൗണും ഒക്കെ ചെയ്യും. അതാണ് എൻ്റെ ഒരു ബേസിക് വർക്കൗട്ട് റുട്ടീൻ. വീട്ടിലെത്തിക്കഴിഞ്ഞാലുള്ള ഫസ്റ്റ് പരിപാടി പാല് തിളപ്പിച്ച് വെക്കലും എഗ്ഗ് ബോയിൽ ചെയ്ത് വെക്കലൊക്കെയാണ്. അപ്പോൾ ഞാൻ എഗ്ഗാണ് നോർമലി പോസ്റ്റ് വർക്കൗട്ട് ആയിട്ട് എടുക്കാറ്. ഈ വർക്കിംഗ് ആയിട്ടുള്ള ദിവസങ്ങളിൽ ഞാൻ തലേന്ന് തന്നെ ഒരു റഫ് മെനു പിറ്റേന്നൊക്കെയുള്ളത് പ്രിപ്പയർ ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെ ആകുമ്പോൾ പിന്നെ നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻ ഇല്ലല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ ഉച്ചത്തേക്ക് പ്ലാൻ ചെയ്തത് ക്യാരറ്റ് ബീട്രൂട്ട് ഉപ്പേരിയും തലേന്നത്തെ സാമ്പാർ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചോറും ഫിഷും ഉണ്ടെങ്കിൽ നമ്മുടെ പരിപാടി സെറ്റായി. ഈ വർക്കിംഗ് ഡേയ്സിലൊക്കെ നമ്മൾ ഉപ്പേരിക്കുള്ളതൊക്കെ തലേന്ന് അരിഞ്ഞു വെക്കുകയാണെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇന്ന് പക്ഷെ ഞാനിപ്പോൾ ചോപ്പർ യൂസ് ചെയ്തിട്ട് വേഗം ചോപ്പ് ചെയ്ത് എടുക്കുകയാണ്. അരിയാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുറേ ടൈം വേസ്റ്റ് ആവും. അപ്പോഴേക്കും നമ്മുടെ എഗ്ഗൊക്കെ ബോയിലായി വന്നിട്ടുണ്ട്. ഞാൻ 2 മുട്ട ഫുള്ളും 1 മുട്ടയുടെ വൈറ്റുമാണ് പോസ്റ്റ് വർക്കൗട്ടായിട്ട് എടുക്കാറ്. പോസ്റ്റ് വർക്കൗട്ട് എപ്പോഴും നമ്മളൊരു പ്രോട്ടീൻ റിച്ച് മീൽ എടുക്കാൻ ശ്രമിക്കുക. ബിക്കോസ് നമ്മുടെ മസിൽസ് ഗ്രോ ചെയ്യാനും റിപ്പയർ ആവാനൊക്കെ പ്രോട്ടീനാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. പിന്നെ എനർജി ഡിപ്ലീഷനൊക്കെ ഉള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാർബ് സോഴ്സും കൂടെ ആഡ് ചെയ്യാം ഇതിൻ്റെ കൂടെ. ഞാൻ കുറച്ച് നാളായിട്ട് ഒരു വെയ്റ്റ് ലോസ് കമ്മ്യൂണിറ്റി റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ മെസ്സേജസിനൊക്കെ റിപ്ലൈ കൊടുക്കുന്നതും അവരെ ഗൈഡ് ചെയ്യുന്നതൊക്കെ ഞാൻ ഈ ഒരു ടൈമിലാണ്. നെക്സ്റ്റ് നമ്മുടെ പരിപാടി ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെക്കലാണ്. ഇന്നിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് അയിലയാണ്. ഞാനൊരു 2-3 മീനൊക്കെ ഒരുമിച്ച് മേടിച്ചിട്ട് ക്ലീൻ ചെയ്ത് ഫ്രീസ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് വർക്കിംഗ് ഡേയ്സിലൊക്കെ മീൻ മേടിക്കേണ്ട ആ ഒരു ബുദ്ധിമുട്ടില്ല. ജസ്റ്റ് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് അത് യൂസ് ചെയ്താൽ മതിയാവും. നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് റാഗി ദോശയും സാമ്പാറും കോക്കനട്ട് ചട്നിയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ചട്നിക്കുള്ള തേങ്ങ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് അതിൽ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചട്നിയിൽ ഗ്രീക്ക് യോഗട്ടൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചട്നീനെ ഒന്നും കൂടെ പ്രോട്ടീൻ റിച്ച് ആക്കി മാറ്റാൻ പറ്റും. ഈ സമയം കൊണ്ട് നമ്മുടെ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് തേങ്ങ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പേരി റെഡി. അപ്പം അതോടെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് പരിപാടികളൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി കമ്മിങ് ടു അവർ മോസ്റ്റ് ഫേവറേറ്റ് പാർട്ട്, ക്ലീനിങ്. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എസ്ദു എണീറ്റിട്ടുണ്ട്. എസ്ദുവിന് രാവിലത്തെ അവൻ്റെ ബ്രഷിങ്ങും കുളിപ്പിക്കലും ഒക്കെ ഹസ്ബൻഡാണ് ചെയ്യാറ്. അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ അവനക്ക് തീരെ മൂടില്ല. അവന് ഒരു ക്രാങ്കി മൂഡിലാണ് ഉള്ളത്. അപ്പോൾ അല്ലെങ്കിൽ അവന് ബ്രഷ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പേസ്റ്റൊക്കെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ പേസ്റ്റ് തിന്നാനുള്ള ഇഷ്ടം കൊണ്ട് അവൻ നന്നായി ബ്രഷ് ചെയ്യാറുണ്ട്. പിന്നെ ഞാനൊരു ഡെൻറ്റിസ്റ്റ് ആയതുകൊണ്ട് തന്നെ എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട് എസ്ദുവിന് ഏത് പേസ്റ്റാണ് യൂസ് ചെയ്യാറെന്ന്. എസ്ദുവിന് നമ്മൾ GC ടൂത്ത് മൂസ് ഫ്ലൂറൈഡ് ഫ്രീ ആണ് യൂസ് ചെയ്യണത്. അപ്പോൾ ബേബീസ് തുപ്പാൻ തുടങ്ങുന്നതിന് മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്ലൂറൈഡ് ഫ്രീ യൂസ് ചെയ്യണതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഫ്ലൂറൈഡ് ടോക്സിസിറ്റി ഒക്കെ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അങ്ങനെ രാവിലെ തന്നെ ആശാൻ കലാപരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എസ്ദുവിന് കഴിക്കാനുള്ളൊരു മൂടുള്ളതുകൊണ്ട് ഞാൻ അവന് ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ കഴിക്കുന്നത്. അപ്പോൾ ദോശ അത്യാവശ്യം ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. നമുക്കതിൽ ഉപ്പിട്ടിട്ട് നമുക്കത് ചുട്ടെടുക്കാം. ഞാനിത് എസ്ദുനായതുകൊണ്ട് കുറച്ച് നെയ്യൊക്കെ ആഡ് ചെയ്തിട്ട് ഇച്ചിരി ക്രിസ്പി ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അവനക്ക് ക്രിസ്പി ദോശയാണ് കൂടുതൽ ഇഷ്ടം. എസ്ദുവിനെ ഫുഡ് കഴിക്കാൻ സ്നേഹയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് ഞാൻ കുളിക്കാൻ പോവുകയാണ്. നീ വേഗം കുളിച്ച് ക്ലിനിക്കിൽ പോകാൻ റെഡി ആവണം. ഞാൻ ചില ദിവസങ്ങളിൽ സ്കിൻ കെയർ ഒക്കെ ചെയ്യാറുണ്ട്. എല്ലാ ദിവസമൊന്നും ഇല്ല, സത്യം പറഞ്ഞാൽ ഭയങ്കര മടിയാണ്. ചില ടൈമിൽ നമുക്ക് സമയവും കിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേനും സ്കിൻ കെയർ ഒന്നും ചെയ്യാനുള്ള ഒരു ടൈമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. റാഗി ദോശ, സാമ്പാർ, കോക്കനട്ട് ചട്നി, വെരി വെൽ ബാലൻസ്ഡ്. അതിൽ അത്യാവശ്യം പ്രോട്ടീനും കാർബ്സും ഹെൽത്തി ഫാറ്റ്സും ഒക്കെ ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് ഞാൻ ഓൾറെഡി എഗ്സും കൂടെ എടുത്തുകൊണ്ട് എൻ്റെ പ്രോട്ടീൻ റിക്വയർമെൻറ്റ്സ് ഇതിൽ കഴിയും.
അതിനുശേഷം നമ്മൾ പിന്നെ ക്ലിനിക്കിലേക്ക് പോയി. എനിക്ക് വീഡിയോ എടുക്കാൻ ചടപ്പായതുകൊണ്ട് ഞാൻ പിന്നെ ക്ലിനിക്കിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും എടുത്തിട്ടില്ല. നമ്മൾ പിന്നെ വീട്ടിലേക്ക് പോകുന്നത് ലഞ്ച് ബ്രേക്കിനാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ എസ്ഡു ഉച്ചക്കത്തെ പാൽ കുപ്പിയൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട്. അവൻ ഞങ്ങളെ കണ്ട പ്രത്യേകിച്ച് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉണ്ടാവാറില്ല കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ പോവുകയാണെങ്കിൽ തന്നെ ഭയങ്കര സങ്കടമൊന്നുമില്ല. ചില സമയത്ത് അവന് വണ്ടിയിലൊക്കെ പോകണമെന്ന് ആഗ്രഹമുള്ള ടൈമിലാണെന്നുണ്ടെങ്കിൽ കരയുന്നല്ലാണ്ട് അവൻ വീട്ടിൽ ഹാപ്പിയാണ്. വീട്ടിൽ അവന് കളിക്കാനൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ അവൻ ഭയങ്കര ഹാപ്പിയാണ്. മാഷാ അല്ലാ. ഞങ്ങൾ വരുമ്പോഴത്തേനും സ്നേഹ ചോറൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട്, ഫിഷൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നോർമലി കറിയിലത്തെ ഫിഷാണ് എടുക്കാറ്. ഇന്നിപ്പോൾ ഫ്രൈഡ് ഫിഷാണ് എടുത്തിട്ടുള്ളത്. അത് ഷാലോ ഫ്രൈഡ് ആണ്, കുറച്ച് ഓയിലിൽ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുത്തതാണ്. ഈ ദിവസം ഞാൻ ഹാഫ് ഡേ ആയിരുന്നു വർക്കിൽ. ഉച്ചയ്ക്ക് ശേഷം കൺസൾട്ടൻസ് വരുന്നുണ്ട്. അപ്പം ഞാനും എസ്തും കൂടി കുറച്ച് നേരം കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷെ അവൻ ഭയങ്കര കളിമൂഡിലാണ്. അവൻ എത്ര വിളിച്ചിട്ടും അവൻ വരുന്നുണ്ടായിരുന്നില്ല. മുകളിൽ നിന്ന് സാധനങ്ങൾ അലക്കി കൊണ്ടുവന്ന് വെച്ച സാധനങ്ങളൊക്കെ എടുത്തിട്ട് താഴേക്ക് വലിച്ചെറിയുക, ഇതൊക്കെയാണ് അവൻ്റെ പരിപാടികൾ. ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഭയങ്കര രസമാണ്, നമുക്ക് സമയം പോണത് അറിയില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഭയങ്കര ഡേഞ്ചറുമാണ് ഇവരോരോ കളികൾ. നമ്മളൊന്ന് കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ അവരെന്തൊക്കെ ഒപ്പിക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഉറങ്ങി. ഇതിപ്പോൾ ഉറങ്ങി എണീച്ചതിന് ശേഷം അവനക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ട് മാംഗോ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, ഹസ്ബൻഡ് വരാനൊക്കെ ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനുള്ളതും അവനക്കുള്ളതും കൂടിയിട്ട് ഒരുമിച്ച് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. എസ്ദുവിന് നല്ല ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ മാംഗോസ്. ഞാൻ കട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ അവൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഓരോ പീസൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. എപ്പോഴും നമ്മൾ ബേബീസിന് കട്ട് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കുന്നതാണ് നല്ലത്. ന്യൂട്രീഷണൽ ബെനിഫിറ്റ്സ് എപ്പോഴും നമ്മൾ കട്ട് ചെയ്ത് അങ്ങനെ കൊടുക്കുമ്പോഴാണ് ജ്യൂസ് അടിച്ച് കൊടുക്കുന്നതിനേക്കാളും. ഇന്നിപ്പോൾ ഞാൻ വെറൈറ്റിക്ക് ജ്യൂസ് അടിച്ച് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് ഓൾറെഡി മധുരമുള്ള ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിൽ മധുരം എക്സ്ട്രാ ആഡ് ചെയ്യാണ്ടിരിക്കുക, അതായത് ഷുഗറൊന്നും ആഡ് ചെയ്യാണ്ട് കൊടുക്കുന്നതാണ് എപ്പോഴും ബെസ്റ്റ്. സൂപ്പർമാന്റെ മുടി ഇങ്ങനെയാണോ? ഭയങ്കര മധുരല്ലേ. നെക്സ്റ്റ് ടാസ്ക് ഡിന്നർ പ്രിപ്പറേഷൻ ആണ്. ഞാനൊന്ന് ഉദ്ദേശിച്ചത് ചപ്പാത്തി ഉണ്ടാക്കാം. പിന്നെ ഹമ്മൂസ് ഓൾറെഡി തലേന്ന് ഉണ്ടാക്കിയതുണ്ടായിരുന്നു, അപ്പോൾ അതിൽ ഇച്ചിരി ഒലിവ് ഓയിലും ഒലിവ്സും ഒക്കെ ഇട്ടിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം. പിന്നെ ഒരു സാലഡ് ഉണ്ടാക്കാം. അതിൻ്റെ കൂടെ ചിക്കൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് എയർ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ചിക്കൻ എയർ ഫ്രൈ ചെയ്യാൻ വെക്കുകയാണ്. നമുക്ക് ചിക്കൻ ഫ്രൈ ആവുന്ന ടൈം കൊണ്ട് നമുക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ നോർമലി ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ചെറു ചൂടുവെള്ളത്തിലാണ് കുഴക്കാറ്. അങ്ങനെ ആകുമ്പോൾ ചപ്പാത്തിക്ക് കുറച്ചും കൂടെ സോഫ്റ്റ്നെസ് ഉണ്ടാവും. പിന്നെ ബാച്ചായിട്ട് ചപ്പാത്തി ഉണ്ടാക്കാറുണ്ട്. എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ചുട്ടെടുക്കാൻ പറ്റും. വർക്കിംഗ് ഡേയ്സിലൊക്കെ നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് അങ്ങനെ ചെയ്യണത്. ഇനി ചപ്പാത്തി മാവും ഞാനൊരു 15 minutes ഒക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കും. അപ്പോൾ ഒന്നും കൂടെ നമ്മുടെ ചപ്പാത്തി സോഫ്റ്റ് ആവും. ഈ സമയം കൊണ്ട് നമുക്ക് സാലഡിനുള്ള വെജിറ്റബിൾസൊക്കെ അരിഞ്ഞു വെക്കാം. നമ്മൾ വെയിറ്റ് ലോസിനൊക്കെ ട്രൈ ചെയ്യുമ്പോൾ ക്യാപ്സിക്കം നമ്മുടെ ഡയറ്റിൽ ഇൻകോപ്പറേറ്റ് ചെയ്യണത് നല്ലതാണ്. ക്യാപ്സിക്കത്തിൽ ക്യാപ്സൈസിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എലമെന്റ് ഉണ്ട്. അത് നമ്മുടെ മെറ്റബോളിസം കൂട്ടാനും ഫാറ്റ് ബേണിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എലമെന്റ് ആണ്. ഞാനിന്ന് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു സാലഡാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നല്ല ഹെൽത്തിയുമാണ്, അറ്റ് ദ സെയിം ടൈം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാലഡാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ സാലഡിൽ നമുക്ക് വെജിറ്റബിൾസ് മാത്രമല്ല ഫ്രൂട്ട്സ് ലൈക്ക് ആപ്പിൾ, അതുപോലെ പോംഗ്രാനൈറ്റ് ഒക്കെ നമുക്ക് ഇതിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ ചിക്കൻ എയർ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു 15 minutes ഒക്കെ ഒരു സൈഡ് വേവിച്ചതിന് ശേഷം പിന്നെ ഒരു 10 minutes ഒന്ന് തിരിച്ചിട്ടിട്ട് വേവിക്കാറുണ്ട്. അതിനുശേഷം പിന്നെ ഒരു 15 minute ഒക്കെ നമ്മൾ എയർ ഫ്രയറിൽ തന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കും. അപ്പോൾ ചിക്കൻ ഒന്നും കൂടെ ടെൻഡറായിട്ട് കിട്ടും നമുക്ക്. ഈ ചപ്പാത്തി പരത്തലും ചൂടലൊക്കെ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നുന്ന ഒരു ജോലിയാണ് കേട്ടോ. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, പക്ഷെ എനിക്ക് എനിക്ക് ചെറുപ്പം തൊട്ടേ ഇതിനോട് ഭയങ്കര ഒരു ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഉമ്മയുടെ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഉപ്പപ്പാക്കൊക്കെ ചപ്പാത്തിയാണ് രാത്രി പരത്തുക. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു എനിക്ക് പരത്തണം എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ചോദിച്ച് മേടിച്ച് പരത്താറുണ്ട്. അപ്പോൾ അന്നൊന്നും ഷേപ്പൊന്നും പെർഫെക്റ്റ് അല്ല, ഇന്നും അതെ, ഇന്നും എൻ്റെ ചപ്പാത്തിയുടെ ഷേപ്പൊക്കെ പെർഫെക്റ്റ് ഒന്നല്ല. പക്ഷെ ആ ഒരു ജോലി ഞാൻ എൻജോയ് ചെയ്ത് ചെയ്യുന്നൊരു ജോലിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എത്ര പേർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഡിന്നർ. ഒരു ചപ്പാത്തി വിത്ത് ഗീ, നല്ല ടേസ്റ്റാട്ടോ ചപ്പാത്തിയിൽ ഗീ ഒഴിച്ചിട്ട് കഴിക്കാൻ. പിന്നെ അതിൻ്റെ കൂടെ എയർ ഫ്രൈഡ് ചിക്കൻ ഉണ്ട്, ഹമ്മൂസ് ഉണ്ട്, നമ്മുടെ സാലഡ് ഉണ്ട്. എസ്ദൂനും സെയിം ഡിന്നർ തന്നെയാണ് കേട്ടോ. ഇതിലിപ്പോൾ അവന് വെജിറ്റബിൾസ് കാര്യമായിട്ട് കഴിക്കണില്ല. റോ വെജിറ്റബിൾസ്
പിള്ളേർക്ക് അത്ര താല്പര്യം ഉണ്ടാവില്ലല്ലോ. പിന്നെ ലെറ്റ്യൂസിൻ്റെ ഒക്കെ ആ ഒരു കയ്പൊന്നും അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ അവൻ ചപ്പാത്തിയും ചിക്കനും ഹമ്മൂസും കഴിക്കുന്നുണ്ട്. അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മീലായി. ഹമ്മൂസിൽ നല്ല ഫൈബർ ഉള്ളതുകൊണ്ട് നമുക്ക് വെജിറ്റബിൾസ് ഇല്ലെങ്കിലും വലിയ കുഴപ്പമില്ല. ഹമ്മൂസും ചിക്കനും പിന്നെ ചപ്പാത്തിയും ആയാൽ തന്നെ അത്യാവശ്യം ഒരു ബാലൻസ്ഡ് ആയി അതിൻ്റെ മീല്. നമ്മൾ ഫാറ്റ് ലോസിന് ട്രൈ ചെയ്യുമ്പോൾ നമ്മളെ പ്ലേറ്റിൻ്റെ ഒരു 50 to 60 ഭാഗം പ്രോട്ടീനും വെജിറ്റബിൾസും ആണെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മൾ കുറേ നേരം ഫുള്ളായിട്ടിരിക്കും. നമ്മൾ ഓവർ ഈറ്റ് ചെയ്യാനുള്ള ചാൻസ് കുറവായിരിക്കും. ഈ ഒരു ഡയറ്റ് പ്ലാൻ ഞാനിപ്പോൾ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 1.5 year ആയി. ഇതിൽ എനിക്ക് ഇത്രയും കാലം സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റി. അപ്പോൾ എനിക്ക് നിങ്ങളോട്, അതായത് ഫാറ്റ് ലോസിനൊക്കെ ട്രൈ ചെയ്യുന്ന ആൾക്കാരോട് പറയാനുള്ളത്, നമ്മൾ പെട്ടെന്ന് റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് ക്രാഷ് ഡയറ്റ്സ് ചെയ്യാണ്ടിരിക്കാം. നമ്മൾ അത്യാവശ്യം കഴിച്ചിട്ട് തന്നെ തടി കുറക്കാൻ നോക്കുക. എന്നാൽ മാത്രമേ നമുക്കത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമ്മൾ നമ്മുടെ മൈൻഡിനെയും ബോഡീനെയും ഒക്കെ വിഷമിപ്പിച്ച് നമുക്കിഷ്ടമുള്ള എല്ലാ ഫുഡ് ഐറ്റംസും ഒഴിവാക്കിയിട്ട് ചെയ്യുന്നൊരു ഡയറ്റ് പ്ലാൻ ഒരിക്കലും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. അത് ആക്ച്വലി നമ്മുടെ ബോഡീനെ സ്ട്രെസ്ഡ് ആക്കുള്ളൂ. അത് കാരണം കുറേ കോർട്ടിസോൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് വേറെ ഇഷ്യൂസാണ് നമുക്ക് ഉണ്ടാവുക. അപ്പം നമ്മളെപ്പോഴും നമുക്ക് എന്താണോ സ്യൂട്ട് ആവുന്നത്, നമുക്ക് എന്താണോ ജീവിതകാലം മുഴുവൻ ഫോളോ ചെയ്യാൻ പറ്റുന്നത്, അത് സെലക്ട് ചെയ്തിട്ട് അത് ഫോളോ ചെയ്യാം. അടുത്ത പരിപാടി ക്ലീനിങ് ആണ്. നമ്മൾ രാത്രി അത്യാവശ്യം നല്ലോണം ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം ഒരു ഫ്രഷ് കിച്ചണിലേക്ക് വരാൻ പറ്റും. ഇനി ഏർലി ഡിന്നറൊക്കെ കഴിക്കുന്നവർക്കുള്ള ഹാക്കാണ് ഞാൻ പറയാൻ പോണത്. നമ്മളിപ്പോൾ ഒരു 7:30, 8 ഒക്കെ ആകുമ്പോഴാണ് നമ്മുടെ ഡിന്നർ കഴിച്ച് തീരണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10:30 ഒക്കെ ആവുന്ന സമയത്തൊരു വിശപ്പ് വരും. ആ ഒരു സമയത്ത് നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണ് ടേമറിക് മിൽക്ക്. അപ്പം അതിനായിട്ടൊരു പാത്രത്തിൽ പാലെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു കഷ്ണം പട്ട, ഒരു ഏലക്കായ, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിനെ മാജിക് ഡ്രിങ്ക് എന്നൊക്കെയാണ് കേട്ടോ പറയണത്. കാരണം ഇതിന് കുറേ അധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മളെ സ്ലീപ്പ് ഇംപ്രൂവ് ചെയ്യാനും, നമ്മളെ ഡൈജഷൻ പ്രോപ്പർ ആക്കാനും, അതുപോലെ നമ്മളെ സ്കിന്നിന്, നമ്മളെ ഹെയറിന്, ആൻറ്റി ഏജിങ്ങിന്, ഇങ്ങനെ കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ശീലം അല്ലെങ്കിൽ ഈ ഒരു ശീലം നിങ്ങളുടെ റുട്ടീനിൽ ഉൾപ്പെടുത്താൻ നോക്കാം. അപ്പോൾ ഇന്നത്തേക്ക് അത്രയ്ക്കേ ഉള്ളൂ. ഈ കുഞ്ഞി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇച്ചിരി ലാഗ് ഫീൽ ചെയ്തു ചില സ്ഥലത്തൊക്കെ. അപ്പോൾ ഈ വീഡിയോ ഞാൻ കുറച്ചും കൂടെ സ്പീഡിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ആണോ മറ്റതാണോ നല്ലതെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ ഫ്രം മോംസ് ഹെൽത്തി പ്ലേറ്റ്.